കേരള സർവകലാശാല സസ്പെൻഷൻ വിവാദത്തിൽ KS അനിൽകുമാറിന് VC-യുടെ നോട്ടീസ്. സർവകലാശാല ആസ്ഥാനത്ത് പ്രവേശിക്കുന്നത് വിലക്കിയാണ് നോട്ടീസ്. സസ്പെൻഷൻ പിൻവലിച്ച സിൻഡിക്കേറ്റ് നടപടിയിൽ എതിർപ്പുണ്ടെങ്കിൽ നിയമന അതോറിറ്റിയെ സമീപിക്കാമെന്ന കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് നോട്ടീസ്. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് അർജുൻ രാജ് ചേരുന്നു. അർജുൻ, VC-യുടെ ഈ ഒരു നടപടിയോടെ ഇന്നും കേരള സർവകലാശാല വാർത്താ കേന്ദ്രം ആവുകയാണ്. സർവകലാശാല ആസ്ഥാനത്തേക്ക് കടക്കരുത് എന്ന VC-യുടെ നോട്ടീസിനെ ഏത് തരത്തിലാണ് ഇപ്പോൾ രജിസ്ട്രാർ പരിഗണിക്കുന്നത്? അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് പ്രതികരണങ്ങൾ ലഭ്യമാകുന്നുണ്ടോ? നമുക്ക് വിവരങ്ങൾ എന്താണ്? ലക്ഷ്മി, താൽക്കാലിക VC സ്ഥാനത്ത് നിന്ന് ഒഴിയുന്നതിന് തൊട്ട് മുൻപാണ് ഇത്തരത്തിലൊരു നടപടി നിലവിലെ VC ആയിട്ടുള്ള സിസ തോമസിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. അതായത് രജിസ്ട്രാർ ആയിട്ടുള്ള KS അനിൽകുമാർ സർവകലാശാല ആസ്ഥാനത്തേക്ക് പ്രവേശിക്കുന്നത് വിലക്കിക്കൊണ്ടാണ് സിസ തോമസിൻ്റെ നിർദ്ദേശം വന്നിട്ടുള്ളത്. അതായത് അദ്ദേഹത്തിൻ്റെ സസ്പെൻഷൻ റദ്ദാക്കിക്കൊണ്ട് തീരുമാനമെടുത്ത കഴിഞ്ഞ സിൻഡിക്കേറ്റ് യോഗം അതിന് നിയമസാധുത ഇല്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അതിൻ്റെ നിയമസാധുത ഉചിതമായ അധികാര കേന്ദ്രത്തിന് പരിശോധിക്കാം എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇത്തരത്തിലൊരു നോട്ടീസ് ഇപ്പോൾ രജിസ്ട്രാർക്കെതിരെ VC നൽകിയിട്ടുള്ളത്. അതിൽ ചൂണ്ടിക്കാണിക്കുന്നത് ജൂലൈ 6-ന് VC-യുടെ അധ്യക്ഷതയിൽ ചേർന്ന സിൻഡിക്കേറ്റ് യോഗം, ആ യോഗത്തിൽ രജിസ്ട്രാറുടെ സസ്പെൻഷൻ റദ്ദാക്കാൻ തീരുമാനിച്ചിട്ടില്ല എന്നാണ് VC ഇപ്പോഴും നിലപാട് ആവർത്തിക്കുന്നത്. അവരുടെ സസ്പെൻഷൻ, രജിസ്ട്രാറായിട്ടുള്ള KS അനിൽകുമാറിൻ്റെ സസ്പെൻഷൻ ഇപ്പോഴും തുടരുകയാണെന്ന് ഈ നോട്ടീസിൽ VC വ്യക്തമാക്കുന്നുണ്ട്. ഒപ്പം അനധികൃതമായി സർവകലാശാല ക്യാമ്പസിൽ സന്ദർശിച്ച് രജിസ്ട്രാറുടെ ഓഫീസ് കൈകാര്യം ചെയ്യുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ രജിസ്ട്രാർ സർവകലാശാലയിൽ വന്നിരുന്നു. സിൻഡിക്കേറ്റ് യോഗത്തിന്റെ തീരുമാനപ്രകാരം രജിസ്ട്രാർ പദവിയിൽ തുടരാമെന്ന് കാണിച്ചുകൊണ്ടാണ് അദ്ദേഹം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സർവകലാശാലകളിൽ എത്തിയിരുന്നത്. പക്ഷേ അത് നിയമവിരുദ്ധമാണ്, ചട്ടവിരുദ്ധമായിട്ടാണ് അദ്ദേഹം രജിസ്ട്രാറുടെ പദവി ഇപ്പോഴും കൈകാര്യം ചെയ്യുന്നതെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇത്തരത്തിലൊരു വിലക്ക് VC-യുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. നിലവിൽ താൽക്കാലിക VC ആയിരുന്നു സിസ തോമസ്. അവരുടെ കുറച്ച് ദിവസം മാത്രമാണ് അവർക്ക് കാലാവധി ഉണ്ടായിരുന്നത്. അത് ഒഴിഞ്ഞ് അവരിപ്പോൾ സർവകലാശാല വിട്ടിരിക്കുകയാണ്. അതായത് നേരത്തെ ഉണ്ടായിരുന്ന താൽക്കാലിക VC മോഹനൻ കുന്നുമലായിരിക്കും ഇനി വൈസ് ചാൻസലർ ആവുക. അതേ സമയത്ത് തന്നെ ഇത്രയും ദിവസം ജോലി ചെയ്ത സമയത്തുണ്ടായിട്ടുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ചാൻസലറായിട്ടുള്ള ഗവർണർക്ക് ഒരു റിപ്പോർട്ട് നൽകാനും സിസ തോമസ് തീരുമാനിക്കും. അത് ഇവിടെ ഭരണപ്രതിസന്ധിയുണ്ട്, ഫയലുകൾ നീക്കം ചെയ്യാൻ കഴിഞ്ഞില്ല, കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അക്രമ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ചുള്ള റിപ്പോർട്ടും എന്തായാലും രാജ്ഭവന് നൽകാനുള്ളൊരു സാധ്യതയുണ്ട്. അതേസമയത്ത് രജിസ്ട്രാർ ഇനി സർവകലാശാലയിലേക്ക് വരികയാണെങ്കിൽ അത് തെറ്റാണ്, അത് ചട്ടവിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നേരത്തെ പറഞ്ഞതുപോലെ അദ്ദേഹത്തിനെതിരെ അച്ചടക്ക നടപടിയെടുക്കാനുള്ള ഒരു സാധ്യത കൂടി ഇപ്പോൾ മുന്നിലുണ്ട്. ഒപ്പം തന്നെയാണ് ഇന്നലെ ഉണ്ടായിട്ടുള്ള സംഘർഷങ്ങളുമായി ബന്ധപ്പെട്ട് SFIക്കെതിരായിട്ട് DGPക്ക് പരാതി നൽകാനും സിസ തോമസ് തയ്യാറായി. സർവകലാശാല വളപ്പിനും മന്ദിരത്തിനും നാശനഷ്ടങ്ങൾ ഉണ്ടാക്കി ഇന്നലത്തെ അക്രമ സംഭവങ്ങൾ, ഇവർക്കെതിരെ കടുത്ത നടപടി എടുക്കണമെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇന്നലത്തെ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് DGPക്ക് സിസ തോമസ് കാലാവധി ഒഴിയുന്നതിന് തൊട്ട് മുൻപായി പരാതി നൽകിയിട്ടുള്ളത്. അങ്ങനെ ഏതെങ്കിലും തരത്തിൽ ഒരു വിട്ടുവീഴ്ച ഇക്കാര്യത്തിൽ ഉണ്ടാകില്ലെന്ന് രാജ്ഭവനും VC-യും താൽക്കാലിക VC-യും ഒക്കെ പ്രഖ്യാപിക്കുന്ന സാഹചര്യം സർവകലാശാലയിലുണ്ട്. ഒരു ഭരണപ്രതിസന്ധി നിലവിലുണ്ട്. രജിസ്ട്രാറായിട്ടുള്ള KS അനിൽകുമാറിനെ അംഗീകരിക്കില്ല എന്ന നിലപാട് സർവകലാശാല വൈസ് ചാൻസലറായിരുന്ന സിസ തോമസ് ഇപ്പോഴും സ്വീകരിക്കുകയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് രജിസ്ട്രാർ ഇങ്ങോട്ട് കടക്കരുതെന്ന ഒരു വിലക്ക് അവർ ഏർപ്പെടുത്തിയിട്ടുള്ളത്. അതേസമയത്ത് മറുവശത്ത് ശക്തമായിട്ടുള്ള പ്രതിഷേധവുമായി SFI മുന്നോട്ട് പോവുകയാണ്. വരും ദിവസങ്ങളിൽ പഠിപ്പ് മുടക്ക് ഉൾപ്പെടെയുള്ള ശക്തമായ പ്രതിഷേധങ്ങളുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിട്ടുണ്ട്. നേരത്തെ ഉണ്ടായിരുന്ന VC മോഹനൻ കുന്നുമൽ വീണ്ടും ചാർജ് എടുക്കുമ്പോൾ ഇനി എന്തൊക്കെ നടപടികൾ ഇത് സംബന്ധിച്ച് ഉണ്ടാകുമെന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. ലക്ഷ്മി. അർജുൻ രാജാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ പങ്കുവച്ചപ്പോൾ.